ഹദീസ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കുള്ളൂ. ഇഷ്ടമുള്ള എടുക്കുന്നുള്ളൂ അല്ലേ? അതെ. പക്ഷെ നിങ്ങൾ പണ്ഡിതന്മാരെ എടുക്കൂല്ലോ. പണ്ഡിതന്മാരൊന്നും എടുക്കൂല. അതൊക്കെ ആര് പറഞ്ഞു? മനുഷ്യന്മാരെ നിങ്ങൾ സഹി ഗ്രേഡ് കൊടുത്തേക്കുന്ന ഹദീസ് അതൊക്കെ എഴുതിയതല്ലേ. ഓ, അപ്പൊ ഈ ഖുറാനൊക്കെ മറ്റേ പശു ആളും പോത്തൊക്കെ എഴുതിയായിരിക്കും അല്ലേ? ഖുർആനിലെ ആശയം ആരുടേതാ? ദൈവത്തിന്റെ. ഇത് മനുഷ്യന്മാർക്ക് മനസ്സിലായതല്ലേ ഈ ആശയങ്ങൾ. അല്ല, അപ്പൊ ഈ ഖുറാൻ ഈ സൂറ ബഖറ എന്ന് പറഞ്ഞ പശു എഴുതിയാണോ? നിങ്ങൾക്ക് എന്താ ബുദ്ധിയില്ലേ? ഖുർആൻ ദൈവത്തിന്റെ ഞാൻ വചനം. കാര്യം വെച്ചതാ. അല്ല, ഞാൻ പറഞ്ഞ കേൾക്ക്. ഖുർആൻ ദൈവത്തിന്റെ വചനം, ഹദീസുകൾ ആര് പറഞ്ഞു മനുഷ്യനിർമ്മിതം. ദൈവത്തിന് അല്ല, ഞങ്ങളെ വിശ്വാസം പറഞ്ഞ പോട്ടെ. ഞങ്ങളെ വിശ്വാസമാണ് പോണ്ടേ പറയുന്നത്. ഞങ്ങളുടെ നിങ്ങളുടെ വിശ്വാസപ്രകാരം വിശ്വാസമൊക്കെ ഖുറാൻ ദൈവത്തിന്റെ വചനമല്ലല്ലോ അത്. ഖുറാന് മറ്റേ പശു എഴുതി, മറ്റേ എട്ടുകാലി എഴുതി, പിന്നെ സംഘടിത കക്ഷികൾ എഴുതി. ഈ സാധാരണ ഈ നമ്മളെ ഒരു അധ്യായത്തിന്റെ ആ ഫസ്റ്റ് പേരാണോ അത് എഴുതിയ ആള്? അങ്ങനെയാണ് നിങ്ങൾ കണക്കൂട്ടുന്നത്? എന്താണോ അങ്ങനെയല്ല, അദ്ദേഹത്തിന്റെ പേര് നിങ്ങളുടെ ആൾക്കാർ പറഞ്ഞാണ് ബൈബിള് മനുഷ്യൻ എഴുതി, ബൈബിൾ മത്തായി എഴുതി, മർക്കോസ് എഴുതി, ലൂക്കോസ് എഴുതി എന്ന് പറഞ്ഞു. ഓക്കെ, ശരി. അവിടെ അധ്യായം വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞു ഇന്ന ആൾ എഴുതി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അദ്ദേഹത്തിന്റെ പേര് വെക്കുവാണെങ്കിൽ പശു, എട്ടുകാലി, ഗുഹ. അത് ഞങ്ങളല്ലേ പറയേണ്ടത്. അപ്പൊ നമുക്ക് അതൊക്കെ വിടാം. മേളിലൊരു മോനൊരു മിനിറ്റ് മേളൊരു ഹദീസ് ഉണ്ടോ, ഒന്ന് വായിച്ചോണ്ട്. അതിനാ പറഞ്ഞത്. ഖുർആൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹദീസ് മനുഷ്യന്മാർ എഴുതി കൂട്ടിയതല്ലേ? ആണോ അല്ലയോ? ഞങ്ങളുടെ വിശ്വാസം. ഖുറാൻ ചോദിക്കാം, പറയാവോ? അറിയുന്നാണീ പറയാം. ഖുറാൻ 33:50 ഒന്നെടുത്ത് വായിച്ചോണ്ട് മലയാളത്തില്. വേറെ ഒന്നുമില്ല. എന്നിപ്പോ എത്ര കാലായി? 33:50 ഞാനിത് മാത്രമേ ചോദിക്കുന്നു. എനിക്ക് ഇതിനായിട്ട് ഉത്തരം കിട്ടിയിട്ടില്ല. 4 കൊല്ലായി ക്ലബ് ഹൗസ് വന്നിട്ട് ഇതുവരെ എനിക്ക് ഉത്തരം കിട്ടിയില്ല. ഉത്തരം കിട്ടുന്ന പറ്റാതെ ചോദിക്കും. ഉത്തരം കിട്ടുന്ന പറ്റി ചോദിച്ചോണ്ടിരിക്കുകയാണ്. 4 കൊല്ലായി. അതെ, താങ്കൾ ഖുറാൻ അംഗീകരിക്കുന്നു. ഖുറാൻ മറ്റേ ദൈവവചനമാണ്. ഓക്കെ, ഖുറാന്റെ ഒരു വചനം പറയുന്നത്. ഒരു വചനം മാത്രം വായിച്ചാൽ പോരാ. ഉത്തരം കിട്ടിയില്ല. അല്ല, ഒരു വചനം മാത്രം വായിച്ചിട്ട് കാര്യമില്ല. ആ ചാപ്റ്റർ വായിക്കണം. എനിക്ക് പറ്റുമോ? സമ്മതിക്കോ? എനിക്ക് ആ വചനത്തിന് ഉത്തരം കിട്ടിയിട്ടില്ലെന്നേ. അല്ല, ആ ഒരു വചനം അങ്ങനെ അടർത്തിയെടുത്ത് വായിച്ചിട്ട് കാര്യം. ആയിക്കോട്ടെ, ഓക്കെ, ഞാൻ അടർത്തി എടുക്കുന്നില്ല. എനിക്ക് വേണ്ടിയത് ആ 33:50 മുഹമ്മദ് എന്തോ വിഷമമുണ്ടെന്ന് പറയുന്നത്. ആ വിഷമം എന്തുവാണെന്ന് കേക്ക് മോനും അത് മുമ്പോട്ടും വായിച്ചിട്ട് ആ വിഷമം എന്തുവാണെന്ന് പറഞ്ഞു തന്നാൽ മാത്രം മതി. എനിക്ക് വേറെ ഒന്നും വേണ്ട. അപ്പൊ ആ 33:50 ഞാൻ അധ്യായം വായിക്കട്ടെ? വായിക്കേ. നബിയേ, അള്ളാഹുവെ സൂക്ഷിക്കുക, സത്യനിഷേധികളെയും അനുസരിക്കാതിരിക്കുകയും എത്രാമത്തെ വാക്യമാണ്? 33. നിങ്ങൾ പറഞ്ഞ അധ്യായം തന്നെയാണ്. എനിക്ക് 50-ാമത്തെ വാക്യത്തിലെ വിഷമം അറിയേണ്ടത്. 50 എന്ന് പറഞ്ഞാല് ഒരു വചനം എടുത്തുകാണ്ട് വായിക്കുമ്പോ എന്താ അർത്ഥം കിട്ടുക? ഇതിങ്ങനെ വായിച്ചു പോകുമ്പോഴല്ലേ മനസ്സിലാവുള്ളൂ എന്താന്നുള്ളത്. എത്ര നേരം എടുക്കും ഒരു ഉത്തരം പറയാൻ വേണ്ടി ഏകദേശം? ഇത് 58, 33:58. 50 ഒത്തിരി ടൈം എടുക്കൂല. 50 വാക്യൊക്കെ വായിക്കുന്ന നിങ്ങൾക്കിപ്പോ കേട്ടിട്ട് എന്തെങ്കിലും ഇതുണ്ടായാലോ, ഉപകാരം ഉണ്ടായാലോ? ഉപകാരം ഇല്ല. അതുകൊണ്ടാണ് ഈ വൃത്തികേട് മൊത്തം കേൾക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. ഇതാണോ ഞാൻ വായിച്ചാണ് വൃത്തികേട്? കപട വിശ്വാസികളെ നിങ്ങൾ അനുസരിക്കാതിരിക്കുക എന്നുള്ളത് ഇതാണോ? തെറ്റാണോ? വൃത്തികേട് കിടക്കുന്നത് ബോണ്ട് ബദറെ, ഇതൊന്നും വെറുതെ സംസാരിച്ച് സമയം കളയണ്ട. വെറുതെ വിട്ടേക്കതിനെ. ഇസ്ലാമിനെ കുറിച്ചും ഒരു ചുക്കും അറിയത്തില്ല. അയ്യോ, എല്ലാം അറിയുന്ന നിങ്ങൾക്ക് ബൈബിളിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? അലിയെ, എന്തെങ്കിലും ചുക്കറിയോ? ചുക്കും ഏക്കും പോക്കും അറിയോ താങ്കൾക്ക്? 33:80 എനിക്ക് കാൽവേദനയാ. അത് നിങ്ങളുടെ അതിനകത്തുണ്ടോ? എനിക്ക് കാലല്ലേ നിങ്ങളോട് ചോദിക്കുന്നത്. പുറത്താക്കല്ലേ അതിനെ കുറിച്ച്. അല്ല, നിങ്ങൾ ഈ ഇടയിൽ നിന്ന് ഒന്നെടുത്ത് ചോദിക്കുമ്പോ അതിന് ഉത്തരം പറയാൻ പറ്റില്ല. അതിന്റെ ഹദീസ് ചോദിച്ചാൽ പറയാം ഹദീസ് അംഗീകരിക്കത്തില്ല, ഹദീസ് മനുഷ്യൻ എഴുതിയാന്ന് പറയും. ഖുർആൻ ചോദിക്കാൻ പറയാം അത് ബാക്കി വായിക്കണമെന്ന് പറയും. എന്നിട്ട് ഇങ്ങനെയാണ് മേടുക്കും. ഇവർക്കൊന്നും ഇങ്ങനെ ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നുള്ള ഒരു അറിവോ പരിജ്ഞാനമൊന്നുമില്ല. അങ്ങനെയുള്ള ആൾക്കാരെ വെറുതെ വിളിച്ച് എന്തിനാ വെറുതെ ഈ സമയം കളയുന്നത്? ഇവരുടെ കുഴപ്പമെന്നു നെഞ്ചത്തടിച്ച് കരയുക. കാരണം ഇവരുടെ ഒരു പുസ്തകം കിട്ടി. ഈ പുസ്തകം നാട്ടുകാർ മൊത്തം വായിച്ചു. നമ്മുടെ വേറൊരു പണ്ഡിതമുണ്ട്, സഫർ ഒന്ന് മൈക്കെടുത്തേ.
എന്തിനാണ് ഞാൻ സംസാരിക്കുന്നത്? ഇവിടെ ആ 3 കെട്ടിയിട്ട് തെങ്ങിന്റെ മേളിൽ ഒളിച്ചവനൊക്കെ പാസ്റ്ററായിട്ട് വന്നിട്ട് വലിയ മതപ്രഭാഷണം നടത്തുന്ന എടാ ഈ നിനക്ക് നാണംകെട്ട നിനക്ക് ആ മേളിട്ടിരിക്കുന്ന പെന്തോകളോട് ടോപ്പിക്ക് ഈ നാണംകെട്ട നിനക്ക് ആ പെന്തോകളോട് മേളിട്ടിരിക്കുന്ന ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ എനിക്ക് സംസാരിക്കാൻ ഇതില്ല. നട്ടലുണ്ടോ? ഈ മേളിട്ടിരിക്കുന്ന നാണംകെട്ട ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ പെന്തോകളോട് നട്ടലുണ്ടോ? എനിക്ക് സംസാരിക്കാൻ സമയമില്ല. എന്നാ ഈ 4 നീ കെട്ടിയിട്ട് പൊട്ടിത്തെറിക്കല്ലേ? നാട്ടുകാരെ തല്ലുകൊണ്ട് തെങ്ങിന്റെ മണ്ടയിൽ നീ ഒളിച്ചവനൊക്കെ പൊട്ടിത്തെറിക്കല്ലേ? പിറ്റേന്ന് എടാ വിഷം പാസ്റ്ററായിട്ട് അടിച്ച മാറും. മുഹമ്മദിന്റെ അടിമയെ, മുത്തശ്ശിനൊക്കെ ഒന്ന് എടാ പരാമർ അടിച്ച് മറ്റേ അടിച്ചത് ആ പോയോ? ആ ചോദിക്കുന്ന ഉത്തരവില്ല. മേലൊരു ഹദീസ് ഇട്ടിട്ടുണ്ട്, മുഹമ്മദിന് ഇഷ്ടം പെണ്ണു മാത്രം. ഇത് വ്യക്തമായ ഹദീസ് ഉണ്ട്, അതിനെപ്പറ്റി മിണ്ടത്തില്ല. അപ്പൊ ഒരുത്തം പറയും ആ ഹദീസ് മനുഷ്യൻ എഴുതി, അങ്ങ് അംഗീകരിക്കത്തില്ലെന്ന് പറയും. എടാ ഇവന്മാർ ആവശ്യമുള്ളപ്പോ ഹദീസ് എടുത്തോണ്ട് വരും, എന്നിട്ട് പണി കിട്ടുന്ന അതെന്താടാ യേശു തുടമേല് വെച്ച് പൂശിയത് കഥ പറയുമ്പോ നിങ്ങൾക്ക് എന്താടാ ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാവുന്നത്? പണ്ട് 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 യേശു പണ്ട് പണ്ട് അബ്ദുൽ മുത്തലിബ് വീട്ടിലുള്ള മാമിനയുടെ മുറിയിൽ നിന്ന് ഒരു പന്നി ഇറങ്ങി ഓടിയായിരുന്നു, കേട്ടോ? കാര്യല്ലേ? ഇവർക്കൊക്കെ സ്വന്തം പേര് വെച്ചുകൊണ്ട് പോലും ഇറങ്ങാനുള്ള ഇതില്ല. മനസ്സിലായോ? ഇപ്പൊ കണ്ടില്ലേ, ഓരോരുത്തർ കേറി വരുന്നത് മറ്റുള്ളവര് പേര് വെച്ച, ക്രിസ്ത്യാനികളെയും ഹൈന്ദവരുടെയും പേര് വെച്ച് കേറി വരുന്നു. സ്വന്തം മുഹമ്മദ് എന്നോ അല്ലെങ്കിൽ മുഹമ്മദിന്റെ പേര് വെക്കാൻ കൂടി നാണക്കേടാ ഇപ്പൊ. അതെ, മുഹമ്മദിന്റെ പേരോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ പേര് വെക്ക, സ്വന്തം പേര് വെച്ചുകൊണ്ട് നടക്കാൻ പറ്റാത്ത, തലയിൽ മുണ്ടിട്ട് നടക്കുന്ന ഗതികേടാ ഇപ്പൊ ഇവർക്കുള്ളത്. മനസ്സിലായോ? ആ അവസ്ഥയിലേക്ക് എത്തിപ്പോ മുസ്ലിം സഹോദരങ്ങളെ. ഈ ഗ്രൂപ്പിലൊക്കെ വരുന്നു, സ്വന്തം പേരിലല്ലല്ലോ വരുന്നതൊന്നും. സ്വന്തം പേര് വെക്കാൻ പോലും കഴിയാത്ത, എന്തെങ്കിലും പേര് വെച്ച് ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടുപോകുന്ന വ്യക്തികൾ. എന്തൊരു ഗതികേടാ ഇപ്പൊ ഈ ഇസ്ലാമിന്റെ എന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും ഗതികെട്ട എന്ത് ഗതികേടാ ഒരവസ്ഥകളിലേക്ക് ആളെ എത്തിയില്ലേ? പിടിച്ച് പുറത്താക്കിയിട്ട് വലിയ ഗതികേട് തന്നെ വലിയ കാര്യമാണ്. വരുന്നവരൊക്കെ പിടിച്ച് കിക്കൗട്ട് അടിക്കുക, എന്നിട്ട് ഗതികേട് ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ഗീർവാണം എടാ പറയുന്നത് നട്ടലോണ്ട് ഈ ആ ഹദീസ് എടുത്ത് സംസാരിക്കണം. നീ ഹദീസിനെ തള്ളില്ലോ, നീ ആവശ്യമുള്ളപ്പോ ഹദീസ് എടുത്തോണ്ട് വരില്ലോ, നാണമില്ല. ഈ ഹദീസിനെ പറ്റി സംസാരിക്കാൻ പറ്റിയെന്ന് സംസാരിക്കും നട്ടലുണ്ടെങ്കിൽ. അവനൊക്കെ എന്തിനാണ് ഇവനൊക്കെ അനസ് പറഞ്ഞു, എന്തിനാണ് മേലോട്ട് കയറ്റുന്നത്? അലിപാസ്റ്റർ ഇവനൊക്കെ ഞാനൊന്ന് ചുക്കും വായിക്കട്ടെ അറിയില്ല, ഈ ഹദീസ് ഈ സംസാരിക്കാനെന്നുള്ള ഹദീസ് ഒന്ന് വായിക്കട്ടെ. കഴിവോ പ്രാപ്തിയോ ഇല്ല. അലിപാസ്റ്റർ ഈ ഹദീസ് ഒന്ന് വായിക്കട്ടെ ഒരു മിനിറ്റ്. സുനൻ നസായി 3999. അനസ് പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതൻ പറഞ്ഞു, ഈ ലോകത്ത് സ്ത്രീകളും സുഗന്ധദ്രവ്യങ്ങളും എനിക്ക് പ്രിയപ്പെട്ടവരാകുകയും പ്രാർത്ഥനയിൽ എനിക്ക് ആശ്വാസം നൽകപ്പെടുകയും ചെയ്യും. അപ്പൊ സ്ത്രീകളും ഈ സുഗന്ധ വ്യഞ്ജനമാണ് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടം. അത് പെണ്ണും അത്തറും, പുള്ളിക്ക് അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി എന്തും. ഇങ്ങനെയാണ് നിങ്ങൾ മാനവിൽ മഹോന്നത എന്ന് പറഞ്ഞ പൊക്കോണ്ട് നടക്കുന്നത്. ഈ ഹദീസ് എടുക്കും പറയാം, ഓ ഇത് ഞങ്ങൾ തള്ളും, ഞങ്ങൾ ഒറ്റ തള്ളുകയുള്ളൂ. നിസ്കാരത്തിനെ പറ്റി പറയുന്നത് അത് ഞങ്ങൾ എടുക്കും. അതായത് മുഹമ്മദിന്റെ വൃത്തികേടെല്ലാം വരുമ്പോൾ എടുത്ത് തള്ളുകയും ബാക്കി കാര്യങ്ങൾ എടുത്ത് സ്വീകരിക്കുകയും ചെയ്യും. അത് ഏട്ടത്താപ്പല്ലേ? നാട്ടുകാരുടെ മുന്നിൽ മുഹമ്മദിനെ വെള്ളം പൂശാൻ വേണ്ടി തള്ളും, ഒരു നാണ ഉളുപ്പില്ലാതെ തള്ളും. ഈ മോനു എന്ന് പറഞ്ഞ ഇവൻ തന്നെ ഇന്നാളീ എന്തോ ക്വസ്റ്റ്യൻ വെച്ചപ്പോ ഹദീസ് എടുത്തോണ്ട് വന്നു, അന്നപ്പം തള്ളത്തില്ല. എടാ എനിക്ക് സത്യം അറിയാൻ പറ്റും, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉളുപ്പൊന്നുമില്ല. ഇങ്ങനെ ഈ തോന്നുമ്പോ തള്ളുക, ആവശ്യമുള്ളപ്പം കൊള്ളുക, ഉറച്ചേക്ക്. ഒന്നുകിൽ പറയാം ഞങ്ങൾ ഹദീസ് എടുക്കുമെന്ന് പറയാം, അല്ലെങ്കിൽ ഹദീസ് ഞങ്ങൾ എല്ലാ ഹദീസും തള്ളുമെന്ന് പറയാം. ഇത് വിഷമം എന്റെ വിഷമം ചോദിച്ചത് അവന് ഒന്നു തൊട്ട് അങ്ങ് വായിക്കും, 50-ാമത്തെ അധ്യായം വരെ കിടന്ന് വായിക്കും. എന്നിട്ട് ഒരു ഉത്തരം വല്ലതും കേൾക്കുമോ? ഇല്ല, അവിടെ കിടന്ന് അലമ്പുണ്ടാക്കിയിട്ട് പോകാൻ വേണ്ടിയാ. ഉത്തരം പറയാനുള്ളവനാണെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് പറയും. മുഹമ്മദിന്റെ വിഷമം എന്തുവാണ് നമുക്കും അറിയാം, യുവമാർക്കും അറിയാം മുഹമ്മദിന്റെ വിഷമം എന്തുവാന്ന്. പക്ഷെ ആ വിഷമത്തെ പറ്റി പറയാൻ ഇവർക്ക് നാണക്കേടാ, അതുകൊണ്ടാ പറയാത്തത്. അല്ല ബോണ്ടെ, മമ്മൂഞ്ഞിന്റെ വിഷമൊക്കെ തീർന്നു, ഇപ്പൊ സങ്കടം മൊത്തം. ഇവിടെ നിന്ന് കരയുമല്ലേ, പൊട്ടിത്തെറിക്കുമല്ലേ. ഇപ്പൊ ഒരു വന്ന് യേശുക്കുറിച്ച് എന്ത് ചെയ്തെന്ന് പറഞ്ഞ ആ വൃത്തികെട്ട വാക്ക് ഞാൻ പറയുന്നില്ല. പക്ഷെ 6 വയസ്സായ ഒരു 5 വയസ്സും 8 മാസമായുള്ള ഒരു പെങ്കുഞ്ഞിനെ വിളിച്ചേച്ച് അത് എന്തോ ചെയ്ത്? ആദ്യം അത് പറ. ഇവരാദ്യം അത് പറയട്ടെ, എന്നിട്ട് യേശുക്രിസ്തുവിന്റെ ഇങ്ങോട്ട് കേറുക. കേട്ടായിരുന്നോ? കേൾക്കാം കേൾക്കാം.
മൊത്തം മാതൃക. കൊണ്ടുപോകാറ്. കാരണം ഈ ലോകത്തിന് മാതൃക കൊണ്ടാണ് ഇന്നിപ്പൊ ലോകം ഇങ്ങനെയായിരിക്കുന്നത്. ഇമ്മരെ തല്ലി ഓടിക്കുന്നത് എന്തുകൊണ്ടാ എല്ലാ രാജ്യത്തുനിന്നും? ആർക്കും വേണ്ടല്ലോ. മോനുവിനെ ഒന്ന് മേളിലേക്ക് എടുക്കുക, നമുക്ക് സംസാരിക്കാൻ മേലെ. ആരെങ്കിലും ഒക്കെ ഉം. വേണ്ടേ സംസാരിക്കാൻ? അത് ഒറ്റക്കിരുന്ന് ഇങ്ങനെ ഗീർവാണം മുഴക്കിയിട്ട് കാര്യമില്ല. അച്ഛന്മാരെ മോനു പെങ്ങളെ റിലാക്സ്, മോനു ഒറ്റക്കിരുന്നിട്ട്. മോനു റിലാക്സ്. അല്ല, ഞാൻ റിലാക്സ് ആണ്. എന്റെ ശബ്ദം കേട്ടില്ല, വളരെ റിലാക്സ് ആണ്. ഓക്കെ മോനു, എനിക്ക് വലിയ ഇതൊന്നുമില്ല, വലിയ അറിവൊന്നുമില്ല. അപ്പോ ഉം. ഒരു ഡൗട്ട് മോനുവിനോട് ചോദിക്കാവോ? ചോദിച്ചോ. ഓക്കെ. നിങ്ങളുടെ മുഹമ്മദ് നബി എന്തുകൊണ്ടാ നബി എന്ന് മേറിഷ പറയുന്ന കയറി? പ്രവാചകനല്ലേ? ഇത് മുഹമ്മദ് ഞാൻ പ്രവാചകനല്ലേ? മേറിഷ എന്റെ ചോദ്യം ഇതാട്ടോ, എന്തുകൊണ്ടാണ് നിന്നെയൊക്കെ എല്ലാ ലോകരാജ്യവും എല്ലായിടത്തും തല്ലി ഓടിക്കുന്നത് തോമസ് എന്തുകൊണ്ട്? തോമസ് ബ്രദറെ, ഞാൻ ഒരു ഡൗട്ട് തോമസ് ചോദിച്ചോട്ടെ തോമസ് ഒരു മിനിറ്റ്, മോനുവിനോട്? പുള്ളി പറയട്ടെ. അല്ല. മോനു മോനു ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഈ മുഹമ്മദ് നിങ്ങളുടെ പ്രവാചകനല്ലേ? അതെ, ഞങ്ങളുടെ അല്ല, ഈ ലോകത്തിന്റെ ലോകത്തിന്റെ പ്രവാചകൻ. പ്രവാചകൻ. ഓക്കെ ഓക്കെ. ഈ പ്രവാചകൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പ്രവചനങ്ങൾ. പ്രവചനങ്ങൾ. ഈ മുഹമ്മദ് പ്രവചിച്ച ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറയാവോ? അതിലൊന്ന്, സ്ത്രീകൾ അധികരിക്കും. ഇപ്പൊ ലോകത്തിന്റെ പോപ്പുലേഷൻ എവിടെയാണ് കിടക്കുന്നത്? സ്ത്രീകൾ അധികമാണ്. എന്തോ രണ്ട്, ഒന്ന് മനസ്സിലായില്ല, ഒരു എടാ സെക്കൻഡ്. ഞങ്ങൾ സ്ത്രീകൾ ചിരിക്കണോ കരയണോ സ്ത്രീ നീ പറ. സ്ത്രീകൾ സ്ത്രീകൾ അധികരിക്കും. ഈ ലോകത്ത് സ്ത്രീകൾ അധികരിക്കും. ഈ ലോകത്ത് മദ്യപാനം വർദ്ധിക്കും. ഈ ലോകത്ത് വ്യഭിചാരം വർദ്ധിക്കും. ലോകാവസാനത്തിൽ അതിന് വല്ല നാളില്ല. റെഫറൻസ് ഉണ്ടോ? റെഫറൻസ് ഉണ്ടോ? ഇഷ്ടം പോലെ പ്രവചനങ്ങൾ. ഇപ്പൊ ഈ അല്ല, പ്രവചനമൊക്കെ അതിന് എന്തായി? റെഫറൻസ് ഉണ്ടോ? ഇപ്പൊ റെഫറൻസിലെത്തിയില്ലേ? പറഞ്ഞ ഇഷ്ടം ഇല്ല ഇല്ല, പോലെ റെഫറൻസ് ഒന്ന് സാധനങ്ങൾ. പറയൂ. റെഫറൻസ് ഒക്കെ നോക്കിയെടുക്കണോ? നോക്കി എടുത്തിട്ട് പറഞ്ഞാൽ മതി. ആ നീ ഇപ്പൊ കൊറേ ഒന്ന് അത് രണ്ട് എടാ ഞങ്ങൾ മൂന്നാല് പോയി എടുത്തോണ്ട് പോവാ. അല്ല ചുമ്മാ ഇരുന്നാലും വായി മൂന്നാല് തള്ളു കൊല്ലായില്ലേ തള്ളാണ് എന്തെങ്കിലും എടുത്തോണ്ട് പോവാ. മോന്? 3-4 കൊല്ലായില്ലേ നീ ക്ലബ് ഹൗസിൽ ഇങ്ങനെ അതൊക്കെ കിടന്നിട്ട് എഴുതുന്നു? സമയമെടുക്കും അതിനൊക്കെ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞുതരാം. പ്രവചനങ്ങളാണ്. സ്ത്രീകൾ അധികരിക്കും, മദ്യപാനം വർദ്ധിക്കും. പിന്നെ അതിന്റെ അതുപോലെ ഈ തന്നെ റെഫറൻസ് നിന്റെ റെഫറൻസ് ഒക്കെ ഖുറാനിലോ കൊണ്ടുവരാം. ഹദീസിലോ അതുപോലെ തന്നെ എന്തിലെങ്കിലും ഒരു റെഫറൻസ് പ്രവചനങ്ങളിൽ കൊണ്ടുവരാവോ? പെട്ടത് തന്നെയാണ് യേശുക്രിസ്തു തിരിച്ചു വരും ഇല്ല എന്നുള്ളതും ഇല്ല ഇല്ല, പ്രവചനത്തിൽ ഞാൻ പെട്ടത്. ഞാൻ അല്ലല്ലല്ല, യേശുക്രിസ്തു തിരിച്ചു വരും എന്നുള്ളതും പ്രവചനത്തിൽ പെട്ടതാണ്. എന്റെ പൊന്നണ്ണ, നിങ്ങളുടെ യേശുക്രിസ്തു മമ്മുഞ്ഞ് തിരിച്ചു വരും. പറഞ്ഞിരിക്കുന്ന ഇത് എവിടെയാ? ഹദീസുകളിലല്ലേ? നീ മമ്മൂഞ്ഞി ഏതെങ്കിലും ഒരു നിന്റെ ഹദീസ് തന്ത എടുത്തോണ്ട് പോടാ. തോമസേ. മമ്മൂന് നിന്റെ മോനു തന്ത. മോനു മമ്മുഞ്ഞ് മോനു എടുത്തോണ്ട് പോവാ. മര്യാദക്ക് മമ്മുഞ്ഞ് പറയും. പറഞ്ഞ ഏതെങ്കിലും ഒരു പ്രവചനം, ഏതെങ്കിലും തോമസേ, ഹദീസ് നീ എടുത്തോണ്ട് പോവാ. തോമസിന്റെ അച്ഛനാണ് മമ്മൂഞ്ഞി. നല്ല ഭാഷയിൽ പറഞ്ഞാൽ നല്ല ഭാഷയിൽ തിരിച്ചു കിട്ടും. മനസ്സിലായോ? മോനു അതല്ല, ആരും ഇവിടെ റിലാക്സ്. ഏറില്ല. മോനു റിലാക്സ്. മോനു ആ പറ. ഈ ഒന്ന് രണ്ട് പ്രവചനം പറഞ്ഞല്ലോ, അതിന്റെ ഒരു രണ്ട് റെഫറൻസ് എനിക്ക് തരാവോ? ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഒന്നെങ്കിലും ഹദീസ് ഒരു വെച്ച് പറ. റെഫറൻസ് ഞങ്ങൾക്ക് തരാവോ? പേഴ്സണലായിട്ട് ഇട്ട് തരാം കേട്ടാ. എടുക്ക് ഇല്ല ഇല്ല ഇല്ല, എടുക്ക് ഇവിടെ കൊണ്ട് പറഞ്ഞതിന്റെ കൊണ്ടുപോവാ. ഇവിടെ പറഞ്ഞ ഞങ്ങൾക്ക് എല്ലാരും കാണണ്ടേ? എല്ലാരും നോട്ട് ചെയ്തോ. കേൾക്കട്ടെ. ഞങ്ങൾക്ക് ഇതൊക്കെ പഠിക്കാനാന്നേ. എടാ നോട്ട് ചെയ്തോ. നീ ഇപ്പൊ പറഞ്ഞ എന്തായി? ഇപ്പൊ സത്യമാണ്. ഞാൻ നിന്റെ കൂടെ കൂടാടാ. നാളെ മുതൽ ഞാൻ നിന്റെ കൂടെ പൊന്നാനിക്ക് അയ്യോ, പോകണ്ടാണ്. എടാ തോമസേ, നീ ഒന്ന് എന്റെ കൂടെ കൂടല്ലേ കിളവാ. ആകെ നശിക്കും ഞങ്ങള്. തോമസ് ബ്രദറെ, തോമസേ, ഞാൻ ഒന്ന് നിന്നെ പോലത്തെ മോനുവിനോട് ആൾക്കാരൊന്നും സംസാരിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ട. മോനു, ഒരു റെഫറൻസ് എനിക്ക് തരാവോ? റഫറൻസ് ഇഷ്ടംപോലെ. അത് നോക്കണോ? അതൊക്കെ സംഭവം. ഇല്ല ഇല്ല, ഇതൊക്കെ നീ നോക്കി നോക്കിയിട്ട് വാ. നീ ഒരു ഇല്ലില്ല 2-3 കൊല്ലായില്ലേ അല്ല, ക്ലബ് ഇതൊക്കെ ഹൗസിൽ ഇരിക്കുന്നു? അതൊക്കെ റഫറൻസ് ഒക്കെ എഴുതി വെച്ച് ഇരിക്കുന്ന ആളല്ലേ ഞാന്. റഫറൻസ് ഒക്കെ എഴുതി വെച്ചിട്ടില്ല. എന്നാ എടാ പിന്നെ നീ ഇതിനെപ്പറ്റി ഈ നാണമില്ലടാ. ഇസ്ലാമിനെ നിനക്കൊക്കെ താങ്ങാൻ പോയി ഇങ്ങനെ അപ്പുറത്ത് നടക്കേണ്ട മാറിയിട്ട് കാര്യമുണ്ടോ? ആരും തോമസേ, കാണാത്തടത്ത് എന്ന് വെച്ച് നിനക്കൊക്കെ ഒന്ന് പൊട്ടിക്കരയാൻ മേലെ. എടാ നീ പെന്തോ, കുറെ നീ ഒന്ന് നാളായല്ലേ ഒതുങ്ങടാ ഇതിനകത്ത് കിളവാ. കിടക്കുന്നത്. അപ്പുറോട്ട് ഒരു തോമസേ, സിനിമയെ ചോദിച്ചു നടക്കുന്നത്. നിനക്ക് അപ്പുറോട്ട് മാറിയിട്ട് ആരും കാണാൻ ഒന്ന് തോമസേ, പൊട്ടിക്കരഞ്ഞുകൂടെ? ഇത്ര വൃത്തികെട്ട തോമസേ, ഒരു പ്രസ്ഥാനത്തിനകത്ത് നടക്കാൻ നിനക്ക് നാണമില്ലടാ. തോമസേ പെന്തോ, നീ നിങ്ങൾ നീ പൊക്കി പിടിച്ചോണ്ട് നടക്കുന്ന ആളില്ലേ, ഈ പൊക്കി പിടിച്ചോണ്ട് നടക്കുന്ന എടാ ആളുടെ കാര്യമാണ് എടാ ബോണ്ട് തോമസേ, ചോദിച്ചത്. ബോണ്ട് നിങ്ങളോട് തോമസേ പെന്തോ, ചോദിച്ചില്ലേ? അത് എന്താണെന്നറിയോ? നിന്റെ അച്ഛനാണ്. അങ്ങേർക്ക് എന്തായിരുന്നു തോമസ് കുഴപ്പം? എടാ തോമസേ, എടാ കിളവ, അത്തും വിത്തും തോമസ് ആയ കിളവ നിങ്ങൾ മട്ടാണ്ടി. അങ്ങോട്ട് മാറി നിന്ന് തോമസ് കരയൂ സഹോദര. പോയി കരയൂ, തോമസേ കിളവ, പൊട്ടിക്കരയൂ. തോമസേ കിളവ, അത്തും വിത്തും ആയി മോനു മിണ്ടാണ്ടിരി. മോനു മോനു സംസാര അല്ല, ഭാഷ ബ്രോ ശ്രദ്ധിക്കൂ. ബ്രോ പിന്നെ മോനുവിന് ഞാൻ അവൻ ആൻസർ ഭയങ്കര പറഞ്ഞു. ചെറുപ്പക്കാരനല്ലേ, ഭയങ്കര സുന്ദരൻ. അല്ല തോമസ് അല്ല തോമസ് അല്ല, ഒരു അവനെ മിനിറ്റ്, എടുക്കണേ. തോമസ് അവനെ ഒരു വിടല്ലേ, മിനിറ്റ്, അവനെ വിടല്ലേ, തോമസ് അവനെ ഒരു മിനിറ്റ്. കേറ്റ്. എടാ മോനു, എടാ ഞാൻ കിളവനാന്നേ. എനിക്ക് 50-60 വയസ്സായി കാണും. ഞാൻ കിളവനാ. പക്ഷെ ഞങ്ങൾക്ക് വിവരവും ബോധമുണ്ട്. മനസ്സിലായോ? നിനക്ക് ഇതൊന്നുമില്ല. കാര്യം ഇത്ര നീയൊക്കെ ഈ ചെറുപ്രായത്തിൽ ഇപ്പോഴും ഈ പൊട്ടത്തരം വിളിച്ചോണ്ട് നടക്കുമല്ലേ? എടാ ചെറുപ്പക്കാരാടാ ഇത് മൊത്തം മാറ്റേണ്ടത്. അറിവില്ലാത്ത കാര്യങ്ങളെ ചെറുപ്പക്കാരെ ഇപ്പൊ മാറ്റുന്നത്.
അവരെ മനസ്സിലാക്കി കിളവന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. നാണമില്ലടാ ഇപ്പോഴും ഈ പൊട്ടത്തരം കൊണ്ട് നടക്കാനായിട്ട്. ഈയിടെ ലോകരാജ്യങ്ങൾ മുഴുവൻ നിങ്ങൾ വെറുക്കുമല്ലേ? എന്തുകൊണ്ടാ ഓരോ രാജ്യത്തും നിങ്ങളെ ഇറക്കി വിടുക? നിങ്ങൾ ഈ കുറെ കാലമായല്ല നടക്കുന്നു. നിങ്ങളെ എന്തുകൊണ്ടാ എല്ലാ രാജ്യത്തും തല്ലി ഓടിക്കുന്നത്? ഈ ഫ്രാൻസിൽ നിന്നും അതിലും ജർമ്മനിയിൽ നിന്നായാലും എല്ലാ രാജ്യത്തു നിന്നും. തോമസ് ബ്രദറെ, നാസർ എന്ന് പറഞ്ഞൊരു ബ്രദർ വന്നിട്ടുണ്ട്. പുള്ളി മൈക്രോ ഇത് ചെയ്തു, ബ്ലിങ്ക് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു. തോമസ് സാർ ആരുള്ളത് ഒന്ന് ചോദിക്കാവോ? തീർച്ചയായിട്ടും ചോദിക്കും. അതില് പല സഹോദരന്മാരോടും ചോദിക്കണം പറഞ്ഞിട്ട് നമ്മുടെ സാധാരണ രീതിയിൽ ബൈബിള് വായിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ ബൈബിള് പുസ്തകത്തില് ഉടനീളം ഏകനായ ഒരു ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാല് കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ടോപ്പിക്കിൽ നിന്ന് സംസാരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ട. തോമസ് തന്നെ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി പ്ലീസ്. ഓക്കെ ടോപ്പിക്ക് തന്നെ ഞാൻ പിന്നെ വരാം. ഓക്കെ, അപ്പൊ ഇതിന് ഉത്തരവില്ലെങ്കിൽ കുഴപ്പമില്ല. ഞാന് ചോദിച്ചെന്നാ പിന്നീട് വരാം. എന്താന്ന് പറയാം, അതിന് ഉത്തരം ഉണ്ടോ ഇല്ലയോ നമുക്ക് പിന്നീട് അല്ല അതിന് ഉത്തരവില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും വരാം. കാരണം നമുക്ക് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് അല്ലല്ല, ഹദീസ് എന്നത് വേറൊരു ലോകത്തുള്ളതാണ്. അത് കാരണം അതുമായിട്ട് മുസ്ലിങ്ങൾ ചർച്ചയിലേക്ക് അല്ല, മുസ്ലിം ഹദീസുകളുമായി ബന്ധപ്പെട്ട് വേറൊരു മേഖലയാണ് ബൈബിളിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഹദീസ് എന്നത് വിശ്വാസിയായ ആളുകള് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല. സെക്കൻഡ് നാസർ ബ്രദറെ ഒരു സെക്കൻഡ്. നമ്മള് ബൈബിളിലെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി ഈ ഈ നാച്ചൻകുഞ്ഞച്ചായൻ ഇടുന്ന 2 റൂംസ് ഉണ്ട്. അപ്പോൾ അതിന്റെ തുടക്കത്ത് നമ്മൾ ബൈബിളിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ആവശ്യത്തിന് സമയം കൊടുക്കുന്നുണ്ട്. അന്നേരം അത് ചോദിക്കുക. ഇപ്പോ ഈ ടോപ്പിക്കിൽ നിന്ന് സംസാരിക്കുക. ടോപ്പിക്കാണ് ചോദിക്കുന്നത്. ഞാൻ ടോപ്പിക്കല്ല ചോദിച്ച, അല്ലാതെ ഇപ്പൊ ഏതാണ്? പിന്നെ ബൈബിളിലേക്ക് എന്തിനാ പോകുന്നത്? ഇവിടെ ബൈബിളിലേക്ക് ഒരു ബന്ധമില്ലല്ലോ കാര്യം. വിഷയമാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അല്ല, അത് ടോപ്പിക് അല്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം സൃഷ്ടാവായ ദൈവം ആര്? ഞാന് ബൈബിളിലെ ഇതൊരു വിദ്യാർത്ഥിയാണ് പഠിക്കുന്ന രീതിയിൽ. അപ്പൊ അതിന്റെ ഒരു സംശയം ചോദിക്കാൻ വന്നപ്പോ നിങ്ങൾക്കത് പറയാൻ കഴിയില്ല. മുഹമ്മദ് നബിക്ക് ഇഷ്ടം പെണ്ണും അത്തറും. ഇത് ഉത്തമ മാതൃക. സഹോദര, ഞാൻ കണ്ടെടുത്തോളം ഇതിൽ വിശുദ്ധ ഖുർആന്റെ ഒരു ആയത്ത് തന്നെ അല്ല ഇത്. ഇതൊക്കെ പറഞ്ഞാൽ വിശ്വാസികളായ ആളുകളുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വീകരിച്ച ആളുകള് പഠിക്കുകയും അതിന്റെ ഗവേഷണപരമായിട്ട് ചിന്തിക്കാനുള്ളതാണ് ഹദീസ്. ഖുർആന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. നിങ്ങളുടെ ഒരു ഡൗട്ട്, യാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള, നിങ്ങളുടെ ഈ അള്ളാഹിന് പ്രവാചകനായിട്ട് ഈ മുഹമ്മദ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? മൈക്കിട അതിലെങ്ങനെയാണെന്നറിയോ? മുഹമ്മദ് നബി എന്ന് പറയുന്നത് ഒരു പ്രവാചകനാണ്. അതിനു മുമ്പും ധാരാളം പ്രവാചകനുണ്ട്. പിന്നെ സോറി ടു ഇന്റർപ്റ്റ്, ഈ യാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള, അതെന്താ പുള്ളിക്കാരനെ മാത്രം എന്തുകൊണ്ട് മൂസ റസൂലുള്ള എന്നുകൊണ്ട് എന്ന് നിങ്ങൾ പറയുന്നില്ല? അത് നല്ലൊരു ചോദ്യമാണ്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് മുസ്ലിമുകൾ പറയുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസ റസൂലുള്ളാഹ് എന്ന് എന്തുകൊണ്ടാണ് പറയാത്തത്? അതായത് ഓരോ സമൂഹത്തിനും ഓരോ കാലഘട്ടത്തിൽ ഓരോ പ്രവാചകന്മാര് ദൈവം അയച്ചു കൊടുത്തിട്ടുണ്ട്. അതാത് കാലഘട്ടത്തിലുള്ള സമൂഹം കൃത്യമായിക്കൊണ്ട് ആ സമൂഹത്തിൽ അയച്ചിട്ടുള്ള പ്രവാചകനിൽ വിശ്വസിക്കണം. അപ്പൊ മാത്രമേ അവർ വിശ്വാസികളാവുകയുള്ളൂ. അപ്പൊ ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ മോശയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ സമൂഹം തീർച്ചയായും ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസ റസൂലുള്ള അല്ലെങ്കിൽ മോശ റസൂലുള്ള എന്ന് പറയണം. അത് പറയാത്തവര് ശരിക്കും പറഞ്ഞാൽ വിശ്വാസികൾ പെടുക. അതിനുശേഷം എന്തെങ്കിലും ഒരു തെളിവ് ബ്രദറിന് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ? അതായത് മൂസ മാത്രമല്ല, നിങ്ങൾക്ക് എത്രയോ ആയിരക്കണക്കിന് എന്തോ പ്രവാചകന്മാരുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഈ യാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലല്ല, അതേപോലെ വേറെ എന്തെങ്കിലും വേറെ മുന്നുള്ള പ്രവാചകന്മാര്, ഇബ്രാഹിം, മൂസ,
ലൂത്ത് അങ്ങനെ എന്തെങ്കിലും ഉള്ള അതിന്റെ എന്തെങ്കിലും ഇതേപോലത്തെ ഒരു തെളിവ് ബ്രദറിനെ പ്രസന്റ് ചെയ്യാൻ പറ്റുമോ? ഉണ്ട്. അത് നിങ്ങൾ ചോദിച്ച നല്ലൊരു ചോദ്യമാണ്. ഇപ്പോ ഈ മോശ പ്രവാചകന് ശേഷം വന്ന ഒരു മഹാനായ പ്രവാചകനാണ് ഈസ നബി അലൈഹി ഇസ്ലാം എന്ന് പറയുന്നത്, യേശു. അപ്പൊ സോറി, യേശു അല്ല, മോശ പ്രവാചകന്റെ യേശു അല്ല, ശേഷം വന്ന ഈസ. ഈസ അങ്ങനെ പറഞ്ഞാൽ മതി. ഓക്കെ, അത് ഞാൻ പറഞ്ഞു തന്നെ, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി, നിങ്ങൾക്ക് ചിലപ്പോൾ ഇല്ല മനസ്സിലായില്ലെങ്കിലോ ഇല്ല എന്നാ ഇല്ല, പറഞ്ഞു. ഓക്കെ ഞങ്ങളുടെ യേശുവും നിങ്ങളുടെ ഈസയായിട്ട് ഒരു ഓക്കെ ബന്ധവുമില്ല. ഓക്കെ അല്ല, ഓക്കെ അത് നിങ്ങൾ അങ്ങനെയാണല്ലോ, കാരണം അങ്ങനെ. ഓക്കെ, അപ്പോ ഈസ അലൈഹി ഇസ്ലാം എന്ന് പറയുന്ന അദ്ദേഹം മോശയുടെ ശേഷം വന്ന യേശുവിനെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന സമൂഹം മോശയിൽ വിശ്വസിക്കുന്നു, മൂസാ നബിയിൽ വിശ്വസിക്കുന്നവര് ഈ പ്രവാചകൻ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രവാചകനെയും മുൻ പ്രവാചകനെയും വിശ്വസിക്കണം. അപ്പൊ മാത്രമേ ലാ ഇലാഹ ഇല്ലല്ലാ മോശ റസൂലുള്ള എന്ന് പറഞ്ഞ ആളുകള് ഈ പറയുന്ന ഈസ മോശയോ? എന്ന് അല്ല, ഏത് മോശ? മോശ പ്രവാചകൻ അവിടുത്തെ സമൂഹം ഞങ്ങൾക്ക് മോശ വിശ്വസിക്കുന്നു. പ്രവാചകനുണ്ട്, അതുമായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം? അയ്യോ, അതെ, ഒരേ ഒരു പ്രവാചകനല്ലല്ലോ, കുറെ പ്രവാചകന്മാരുണ്ട്. ആ ഒരേ ഒരു അതായിക്കോട്ടെ, പക്ഷെ പ്രവാചകൻ മാത്രം മോശ അല്ലല്ലോ നിങ്ങള് ദൈവം നിങ്ങള് അയച്ചിരിക്കുന്നത്. നിങ്ങള് നിങ്ങൾ നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ മതി, നിങ്ങൾ ഞങ്ങളുടെ കാര്യം പറയണ്ട. അല്ല, വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അത് വിശുദ്ധമാണെന്ന് ഞങ്ങൾ ലോകത്ത് അംഗീകരിക്കുന്നില്ലല്ലോ. അതേത് വകയില വിശുദ്ധമായത് അറ്റ് ദ ഫസ്റ്റ് പ്ലേസ്, അതൊന്ന് പറഞ്ഞാട്ടെ. അല്ല, അപ്പൊ പിന്നെ ഞാന് ഇപ്പൊ ഈ സംസാരിക്കാൻ വരുന്ന ആള് വിശുദ്ധ ഖുർആനെന്നോ വിശുദ്ധ ബൈബിളെന്നോ എന്നൊക്കെ പറയുന്നത് അതിന് ആദരപൂർവ്വമുള്ള അതിന്റെ ബഹുമതി നമ്മൾ അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. കൊടുത്തോ, അത് നിങ്ങൾ കൊടുത്തോ, പക്ഷെ അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള വിശുദ്ധ ഇതുണ്ടെന്ന് ഞങ്ങളെ കൺവിൻസ് ചെയ്യാനല്ലേ താങ്കൾ ശ്രമിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പുസ്തകത്തിന് എന്തെങ്കിലും വാല്യൂ ഉണ്ടെന്ന് പോലും ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞു തരൂ, അതിനകത്ത് എന്തുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും വാല്യൂ കൽപ്പിക്കണം, എന്തുകൊണ്ട് ഞങ്ങൾ അതിന് ഒരു വാല്യൂ തരണം എന്ന് നിങ്ങൾ ആദ്യം പറഞ്ഞു, പ്രശ്നം തീർന്നു. അതിലെന്താന്നറിയോ, നിങ്ങള് ഇപ്പൊ സൃഷ്ടാവായ ദൈവം ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉദാഹരണം, അത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 2-ാമത്തെ അധ്യായത്തിലെ 21-ാം വചനത്തില് നിങ്ങൾക്ക് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും സൃഷ്ടാവായ ദൈവം ആര് എന്ന്. അപ്പൊ ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി സൂറത്തുൽ ബഖറ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായത്തില് 21-ാമത്തെ വചനം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ആ അല്ലയോ ഈ മനുഷ്യരെ. മതി മതി. അതായത് നിങ്ങൾ ഈ സർക്കുലർ ഫാലസി എന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഇംഗ്ലീഷ് അറിയാമോ? ഇല്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. സർക്കുലർ ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്നെ തന്നെ വിമൽ കുമാർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പറയുന്ന പരിപാടിയെയാണ് സർക്കുലർ ഫാലസി എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ എന്നെ തന്നെ സ്വയം പറയുകയാണ്, ഞാനാണ് വിമൽ കുമാർ. നിങ്ങൾ പറഞ്ഞാൽ മതി. എന്നിട്ട് ഇപ്പൊ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് മലയാളത്തിൽ തർജ്ജമ ചെയ്യണ്ട. അതായത് എ എന്ന വാദം ഉപയോഗിച്ച് ബീനെ സ്ഥാപിച്ചിട്ട് ബി എന്ന വാദം ഉപയോഗിച്ച് എനെ സ്ഥാപിക്കുന്ന പരിപാടിയാണ് സർക്കുലർ ലോജിക്. അതൊരു വികലമായ ന്യായവാദമാണ്. നിങ്ങളോട് ഞാൻ ചോദിച്ചത് നിങ്ങളുടെ പുസ്തകത്തിന് ഞാൻ എന്തിന് വാല്യൂ ചെയ്യണമെന്നാണ്. അപ്പോൾ നിങ്ങൾ പറയുകയാണ് നിങ്ങളുടെ പുസ്തകത്തിൻ്റെ 2-ാമത്തെ ചാപ്റ്ററിൽ ഇന്ന സാധനം എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അതെങ്ങനെയാണ്? അപ്പോൾ ഞാൻ നാളെ ഒരു പുസ്തകം എഴുതുകയാണ്, ഈ പുസ്തകം എഴുതിയത് ദൈവമാണ്, ഈ പുസ്തകം കൊണ്ടിരുന്ന ഈ പുസ്തകം പറയട്ടെ അല്ല, നിങ്ങളുടെ ന്യായത്തിന്റെ ഒരു പ്രശ്നമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ പുസ്തകത്തിനകത്ത് എഴുതി, ഞാനൊരു പുസ്തകം കൊണ്ടുവരാണ് നാളെ, ആ പുസ്തകത്തിൽ എഴുതിക്കുന്ന ഈ പുസ്തകം ദൈവത്തിൽ നിന്നുള്ളതാണ്, ഈ പുസ്തകം കൊണ്ടിരുന്ന ഞാൻ പ്രവാചകനാണ്, നിങ്ങളെല്ലാവരും എന്നെ വിശ്വസിക്കണം എന്ന് വിശ്വസിക്കാത്തവന്മാരെല്ലാം തെമ്മാടികളാണ് എന്ന് എഴുതി വെച്ചാൽ അതിന് എന്ത് വാല്യൂ നിങ്ങൾ കൊടുക്കുക, അതേ വാല്യൂ ഞങ്ങൾ ഈ വാദത്തിനും തരുന്നുള്ളൂ. മനസ്സിലായില്ലേ? അതൊരു വികലവാദമാണ്. വേറെന്തെങ്കിലും കാര്യം പറയും. എന്തുകൊണ്ട് നിങ്ങളുടെ പുസ്തകത്തിന് എന്തിന് ഞങ്ങൾ വാല്യൂ തരണം? ആ ചോദ്യം ആദ്യം ആൻസർ ചെയ്യൂ സുഹൃത്തെ. നിങ്ങൾ ഈ എന്തോ ഒരു വിഷയത്തിലേക്ക് കൊണ്ടുപോകരുത്. നിങ്ങൾക്ക് പറയാന് കഴിയാത്ത ഇതില് വേറൊരു വഴിയിലേക്ക് കൊണ്ടുപോയി ചെവിക്ക് ഇങ്ങനെ വളഞ്ഞു പിടിച്ചിട്ട് ഇല്ല ശ്രദ്ധിക്കൂ, ഞാൻ ചോദ്യം ഒന്നുകൂടെ വിശദമാക്കുകയാണ്. നിങ്ങൾ പറയുന്ന പുസ്തകം നിങ്ങൾ പറയുന്ന പുസ്തകം ഞങ്ങൾ എന്തിന് വാല്യൂ ചെയ്യണം? അതാണ് ചോദ്യം. ആ ചോദ്യം കൃത്യമായിട്ട് ആൻസർ ചെയ്യൂ. അതാണല്ലോ ഞാൻ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കൂ, 1 മിനിറ്റ് എനിക്ക് സമയം തരും കേട്ടോ. അതായത് വിശുദ്ധ ഖുർആൻ എന്ന് ഞങ്ങൾ എന്തുകൊണ്ട് പറയുന്നു, അതിനെന്തുകൊണ്ട് നിങ്ങൾ വാല്യൂ തരണം? അത് തരേണ്ടതല്ലോ. ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും എഴുതി അതുള്ളതൊക്കെ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് പറയുന്നത് വിശുദ്ധ ഖുർആന്റെ 2-ാമത്തെ അധ്യായത്തിലെ 21-ാമത്തെ വചനത്തിൽ
എന്തുകൊണ്ടാണ് ദൈവത്തെ മാത്രം സൃഷ്ടാവിനെ മാത്രം ആരാധിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു? നിങ്ങൾ സൃഷ്ടാവിനെ സൃഷ്ടാവായ ദൈവം ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണിത്. ശരി, അല്ലയോ മതി. മനുഷ്യര്, നിങ്ങൾ ഇപ്പൊ മുമ്പേ നിങ്ങൾക്ക് പറഞ്ഞ ടേപ്പ് റെക്കോർഡറും ഇപ്പൊ പറഞ്ഞ ടേപ്പ് റെക്കോർഡറും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ശ്രദ്ധിച്ചു കേട്ടോ, ഒന്നുകൂടെ ഞാൻ പറയാം. അതായത് ഒരാള് എ എന്ന വാദം ഉപയോഗിച്ച് ബീനെ സ്ഥാപിച്ചിട്ട് ബി എന്ന വാദം ഉപയോഗിച്ച് എനെ സ്ഥാപിക്കുന്ന ഒരു ന്യായ വൈകല്യമാണ്, അഥവാ സർക്കുലർ ലോജിക്കൽ ഫാലസിയാണ്. നിങ്ങൾ ഈ പറയുന്ന കാര്യം ഞാൻ എന്തിന് നിങ്ങളുടെ പുസ്തകത്തിനെ വിശ്വസിക്കണമെന്ന്, പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന കാര്യം, അതുകൊണ്ട് ആ പുസ്തകത്തിനെ വിശ്വസിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. അതൊരു ന്യായ വൈകല്യമാണ് സുഹൃത്തെ. ഞാൻ എന്നെ തന്നെ വിമൽകുമാർ ആണെന്ന് ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ട് നാട്ടുകാരോട് പറയുകയാണ് എന്നെ വിമൽകുമാർ എന്ന് വിളിക്കണമെന്ന് പറഞ്ഞാൽ നാട്ടുകാർ എൻ്റെ മുഖത്ത് നോക്കി ചിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനത്തെ വികലവാദമല്ലാതെ എന്തെങ്കിലും സബ്സ്റ്റാൻഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ പറയൂ. ചോദ്യം വീണ്ടും നിങ്ങളുടെ പുസ്തകത്തിന് എന്തുകൊണ്ട് ഞങ്ങൾ വാല്യൂ ചെയ്യണം എന്നുള്ള ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ആൻസർ ചെയ്യൂ. ന്യായ വൈകല്യം പറയാതെ ഇത് കേട്ടാൽ ആൾക്കാർ പുച്ഛിച്ച് തള്ളും. ഇതൊരു ന്യായ വൈകല്യമാണ്. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ പുച്ഛമായിരിക്കും, പക്ഷെ നമ്മുടെ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് അതെന്തെങ്കിലും ബളബള ആയിക്കോട്ടെ, അതൊന്നും അല്ല ചോദ്യം. അതല്ല, ഇത് ലോജിക്കലി ഫോൾസ് ആണ് ഈ ആർഗ്യുമെന്റ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സുഹൃത്തെ, ലോജിക്കലി ഫോൾസ് ആണ് നിങ്ങളുടെ ആർഗ്യുമെന്റ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ വാദത്തിനെയാണ് ഖണ്ഡിക്കുന്നത്, നിങ്ങളെ അല്ല. നിങ്ങളുമായിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ വാദം ലോജിക്കലി ഫാൾസ് ആണ്. കാരണം അത് സർക്കുലർ ലോജിക്കാണ്. എ എന്ന വാദം ഉപയോഗിച്ച് ബീനെ സ്ഥാപിച്ചിട്ട് ബി എന്ന വാദം ഉപയോഗിച്ച് എനെ സ്ഥാപിക്കാൻ നോക്കുകയാണ്. തത്വശാസ്ത്രങ്ങളിലേക്ക് പോകണ്ട, കൃത്യമായി ഞാൻ തത്വശാസ്ത്രമല്ല സുഹൃത്തെ. ഞാൻ അതിന്റെ എക്സാമ്പിൾ പറയാണ്. ഞാൻ അതിന്റെ എക്സാമ്പിൾ പറഞ്ഞല്ലോ. ഞാനൊരു പുസ്തകത്തിൽ ഒരു സെക്കൻഡ് ഞാൻ അതിന്റെ റീസണും പറഞ്ഞു. ഞാനൊരു പുസ്തകത്തിൽ എഴുതാണ് എന്റെ പേര് വിമൽകുമാർ എന്നാണ്, അതുകൊണ്ട് നാട്ടുകാരെല്ലാം വിമൽകുമാർ എന്ന് വിളിക്കണം. കാരണം എന്താണ്? ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്റെ പേര് വിമൽകുമാർ എന്നാണെന്ന്. അങ്ങനെ പറഞ്ഞ ആരെങ്കിലും സമ്മതിക്കോ? ഇതിനെയാണ് ഇതൊരു ന്യായ വൈകല്യമാണ്. അത് ആരെ കിടന്ന് ഒച്ച വെക്കുന്നത്? യെസ്, ഇതൊരു ന്യായ വൈകല്യമാണ് സുഹൃത്തെ. ഇതല്ലാതെ ഈ ന്യായ വൈകല്യം എന്ന് പറയുന്നത് നമുക്ക് രണ്ടുപേർക്ക് അക്സെപ്റ്റബിൾ അല്ല. ഇതല്ലാതെ വേറെ എന്തെങ്കിലും വാദം ഉണ്ടോ അത് പറയൂ പ്ലീസ്. സൃഷ്ടാവായ ദൈവം അവനെ മാത്രം ആരാധിക്കുന്നത് ന്യായ വൈകല്യമാണെന്ന് താങ്കൾ പറയുന്നെങ്കിൽ ഞാൻ അങ്ങനെ അല്ല പറഞ്ഞത്. വീണ്ടും ഞാൻ ആവർത്തിക്കാം. എ എന്ന വാദം ഉപയോഗിച്ച് ഒരു സെക്കൻഡ് ഇല്ലില്ല, അത് പോകാൻ പറ്റില്ലല്ലോ. അത് പോകാൻ പറ്റില്ല. അത് പോകാൻ ഒരിടത്തും പറ്റില്ല. കാരണം ശ്രദ്ധിച്ചു കേട്ടോ, ഞാൻ ഒരു പുസ്തകത്തിൽ എഴുതുകയാണ് എന്റെ പേര് വിമൽകുമാർ എന്നാണ്. ശ്രദ്ധിച്ചു കേട്ടോ, നിങ്ങളുടെ ന്യായ വൈകല്യമാണ് ഇവിടെ ഞാൻ എക്സ്പോസ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ, ഞാനൊരു പുസ്തകത്തിൽ എഴുതുകയാണ് എൻ്റെ പേര് വിമൽകുമാർ എന്നാണ്, അതുകൊണ്ട് നാളെ മുതൽ നാട്ടുകാർ എന്നെ വിമൽകുമാർ എന്ന് വിളിക്കണം. അതിൻ്റെ കാരണം ചോദിക്കും, എന്തുകൊണ്ട് വിളിക്കണം? കാരണം ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എൻ്റെ പേര് വിമൽകുമാർ എന്നാണ്, അതുകൊണ്ട് നാട്ടുകാർ എന്നെ വിമൽകുമാർ എന്ന് വിളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എ എന്ന വാദം ബി ഉപയോഗിച്ച് സ്ഥാപിക്കുകയും ബി എന്ന വാദം എ ഉപയോഗിച്ച് സ്ഥാപിക്കുകയാണ്. റേഡിയോ അല്ല, നിങ്ങൾ പറയുന്ന വാദം അതാണ്. നിങ്ങൾ വേറെന്തെങ്കിലും പറയൂ. വീണ്ടും ഞാൻ ചോദ്യം ആവർത്തിക്കുകയാണ്, എന്തുകൊണ്ട് നിങ്ങളുടെ പുസ്തകത്തിനെ വാല്യൂ ചെയ്യണം? ധാരണയില്ലെന്നാണ് പറയുന്നത്. ദൈവം എന്ന് പറഞ്ഞാൽ ആരാണ് എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ല. പിന്നെ എന്തിനാ ഇവിടെ ഈ മുകളില് ഈ സൃഷ്ടാവായ ദൈവം ആര് എന്നൊക്കെ വെച്ചിരിക്കുന്നത്? അതെ, അതിനോടനുബന്ധിച്ചാണ് ഈ ചോദ്യം വരുന്നത്. നിങ്ങളുടെ പുസ്തകത്തിനെ ഞാൻ എന്തിനു വാല്യൂ ചെയ്യണം? പറയുമ്പോ എയും ബിയിലേക്ക് കിടക്കേണ്ട കാര്യം എന്താണെന്നറിയാം? അത് ഞങ്ങളുടെ കാര്യമല്ലേ? ഞങ്ങളുടെ ദൈവത്തിന് സൃഷ്ടാവായ ദൈവത്തിന് ഉദാഹരണം പറയേണ്ട ആവശ്യം അതൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. എന്റെ ചോദ്യം അതല്ലല്ലോ. എന്റെ ചോദ്യം അതല്ല. നാസറെ ഉടായ്പ കാണിക്കരുത്. എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം നിങ്ങളുടെ പുസ്തകത്തിനെ ഞാൻ എന്തിനു വാല്യൂ ചെയ്യണം, അല്ലെ ഞങ്ങൾ എന്തിനു വാല്യൂ ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. സമ്മതിക്കില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അത് മറുപടി പറഞ്ഞു. ഇതാ നിങ്ങളുടെ ഒരു മിനിറ്റ്. മനുഷ്യരാശി കൃത്യമായിക്കൊണ്ട് ദൈവത്തെക്കുറിച്ച് എന്താണ്, ആരാണ്, എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ വിവരിച്ചിട്ടുണ്ട്. മറ്റു ഇത് ന്യായ വൈകല്യമാണ്. ഇത് നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ പുസ്തകത്തിൽ എന്തുകൊണ്ട് വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യം പറയാണ്.
അത് എന്തുകൊണ്ട് ലിയോ അറ്റ്ലീസ്റ്റ് നീയെങ്കിലും മനസ്സിലാക്ക്, ഇതൊരു ലോജിക്കൽ ഫാലസിയാണ്. അറ്റ്ലീസ്റ്റ് ചെറുപ്പമല്ലേ, ഇയാളെ പറഞ്ഞു മനസ്സിലാക്ക്. പ്രയർ ടൈം ആണ്, ശേഷം വരാം കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വരാം. ഓക്കെ, പ്രയർ ടൈമിൽ ലിയോ ഇത് മുസാഫിറോ, ഇത് ഇവന്റെ പേരെന്തായിരുന്നു, മറന്നുപോയി. ആ ഓക്കെ ഓക്കെ, നിങ്ങൾ എന്നാ പോയിട്ട് വാ. അറ്റ്ലീസ്റ്റ് ലിയോയ്ക്കെങ്കിലും ലിയോയും പോയോ? അടിപൊളി. ഇവര് പല പേരും ആയിരിക്കും കേട്ടോ. ലിയോ അവനേതിലും കാക്കനായിരിക്കും, പല പേരും ആണെന്നേ. അത് മുമ്പത്തെ എന്താ മുസാഫിറോ എന്താ അവന്റെ പേര്, പേര് മറന്നു.